ഞാനിന്ന് വന്നിരിക്കുന്നത് പച്ചക്കറി കൃഷിയെക്കുറിച്ച് പറയാനാണ്. പച്ചക്കറി കൃഷി വളരെ ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പം നമ്മൾ മിക്കവാറും അടുക്കളത്തോട്ടത്തിൽ, പിന്നെ വീട്ടുമുറ്റത്തിൽ, ഗ്രോ ബാഗിൽ, പിന്നെ അതുപോലെ തന്നെ വമ്പൻ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകർ ഒക്കെയുണ്ട്. അപ്പോൾ ആ കൃഷിയെക്കുറിച്ച് ചിലത് പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചുനക്കര എന്ന് പറയുന്ന പഞ്ചായത്തിൽ ശിവദാസൻ എന്ന് പറയുന്ന ഒരു കർഷകൻ്റെ പച്ചക്കറി തോട്ടത്തിലാണ്. ഈ കാണുന്നത് അദ്ദേഹത്തിൻ്റെ തോട്ടമാണ്. പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ 1-2 ഏക്കറല്ല, 5 ഏക്കറിലാണ് ശിവദാസൻ ചേട്ടൻ കൃഷി ചെയ്തിരിക്കുന്നത്. ആ കൃഷിക്കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ കൃഷിക്കാഴ്ചകളോടൊപ്പം തന്നെ കുറച്ച് കൃഷിപ്പാടങ്ങൾ കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 5 ഏക്കറിലാണ് ശിവദാസൻ ചേട്ടൻ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശിവദാസൻ ചേട്ടൻ്റെ വെണ്ടത്തോട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പച്ചക്കറി 5 ഏക്കറിലെ എല്ലാ പച്ചക്കറികളും ഉണ്ട്. ഓരോ സീസൺ അനുസരിച്ചുള്ള പച്ചക്കറിയാണ്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് കുക്കുംബർ ഉണ്ടായിരുന്നു, പടവലം ഉണ്ടായിരുന്നു, പാവലുണ്ടായിരുന്നു, പയറുണ്ടായിരുന്നു, വെണ്ടയുണ്ടായിരുന്നു, വഴുതനയുണ്ടായിരുന്നു, വെള്ളരി ഉണ്ടായിരുന്നു, തടിയനുണ്ടായിരുന്നു, മത്തനുണ്ടായിരുന്നു, പച്ചമുളകുണ്ടായിരുന്നു, തുടങ്ങി എല്ലാ തരത്തിലും ഉള്ള പച്ചക്കറികളാണ് 5 ഏക്കറിൽ ചെയ്തിരിക്കുന്നത്. 5 ഏക്കർ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹൈടെക് കൃഷിയാണ്. ഓപ്പൺ പ്രിസിഷൻ, തുറന്ന കൃത്യത കൃഷി എന്ന് പറയുന്ന ഒരു സമ്പ്രദായത്തിലാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ദേ കണ്ടില്ലേ, ഈ ചെടിച്ചോട്ടിലേക്ക് വെള്ളവും വളവും എത്തുന്ന രീതിയിലുള്ള മൈക്രോ ഇറിഗേഷൻ സംവിധാനം ഒരുക്കിക്കൊണ്ടുള്ള കൃഷിയാണ്. ഈ ട്യൂബ് വഴി തന്നെ ഈ കൃഷിക്ക് ആവശ്യമുള്ള കൃത്യമായ അളവിൽ വെള്ളമെത്തും. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായ അളവിൽ വളപ്രയോഗം നൽകാൻ കഴിയും എന്നുള്ളതാണ് ഓപ്പൺ പൊസിഷൻ രീതിയുടെ ഒരു പ്രത്യേകത. കഴിഞ്ഞ 10 വർഷമായി ഓപ്പൺ കൃഷി സമ്പ്രദായത്തിലാണ് ശിവദാസൻ ചേട്ടൻ കൃഷി ചെയ്യുന്നത്. അതിനു മുമ്പ് 10-30 വർഷമായിട്ട് ചുനക്കര കൃഷിഭവൻ പരിധിയിലെ ഏറ്റവും മികച്ച കർഷകനാണ്. ഈ പച്ചക്കറി കൃഷിയെ കൂടാതെ നെല്ല് കൃഷിയുണ്ട്. എല്ലാ വർഷവും നെല്ല് കൃഷിയുണ്ട്. 5-10 ഏക്കർ അല്ല, 10-20-25 ഏക്കർ പാട്ടമെടുത്തിട്ടൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ കൃഷിയിൽ നിന്ന് മാത്രം ഉപജീവനവും അതിജീവനവും കണ്ടെത്തിയ ഒരു കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലെ പ്രധാന വിഷയം. പ്രിസിഷൻ ഫാമിംഗ് അഥവാ കൃത്യത കൃഷി, ആ സമ്പ്രദായത്തിലാണ് ഈ തോട്ടം പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത്. എന്താണ് പ്രിസിഷൻ ഫാമിംഗ്? ഒരു ഇസ്രയേൽ കൃഷി സമ്പ്രദായമാണ്. ഇസ്രയേൽ കൃഷി സമ്പ്രദായം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഇസ്രയേൽ നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കുറച്ച് മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ്. അവിടെ അവർ ഓരോ തുള്ളി വെള്ളവും അവരെ സംബന്ധിച്ച് അമൂല്യമാണ്. അപ്പോൾ ആ വെള്ളത്തെ ഉപയോഗിച്ചുകൊണ്ട് കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഇസ്രയേൽ കൃഷി സമ്പ്രദായം അഥവാ ഓപ്പൺ പൊസിഷൻ എന്ന് പറയുന്ന സമ്പ്രദായം. ലോകത്തിപ്പോൾ 60% രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള കൃഷി സമ്പ്രദായമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ലോകത്ത് മുഴുവൻ വാട്ടർ സ്കേഴ്സിറ്റി, ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരു കാലമല്ലേ. അപ്പോൾ കുറഞ്ഞ വെള്ളം കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായം. ഇതിലെ പ്രധാനമായിട്ട് ഇതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സബ്മേഴ്സിബിൾ, നമുക്ക് ജലസ്രോതസ്സിൽ ഒരു സബ്മേഴ്സിബിൾ പമ്പ് എടുത്തിട്ട് ആ പമ്പിൽ നിന്ന് നേരെ ഡയറക്റ്റാണ് വെള്ളം അടിക്കുന്നത്. ഡയറക്റ്റ് വെള്ളം അടിക്കുമ്പോൾ ഒരേ സമയം തന്നെ, ഇപ്പോൾ 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കൃത്യ അളവിൽ വെള്ളം എത്തിക്കുന്നു എന്നുള്ളതാണ്, കൃത്യമായ അളവിൽ. അപ്പോൾ ഒരു പച്ചക്കറിയാണ് ചെയ്യുന്നതെങ്കിൽ പച്ചക്കറിക്ക് കിട്ടേണ്ട വെള്ളം അതിൻ്റെ വേര് പടലങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്യുന്നു, അത് ഫിൽട്ടർ വഴി ഫിൽട്ടർ ചെയ്തിട്ട്, അതായത് വെള്ളം നന്നായിട്ട് അരിച്ചെടുക്കുമെന്ന് പറയുന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അരിപ്പകളുണ്ട്. അപ്പോൾ ഹെവി മെറ്റൽ അടക്കം അരിക്കുന്ന അരിപ്പകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ മണൽ അരിക്കുന്ന ഇതുണ്ട്. അത്തരത്തിലുള്ള പല സംവിധാനങ്ങളും വെഞ്ചുറിക്ക് മുമ്പായിട്ട്, വെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ കൂടെ തന്നെ വളം കലക്കി വിടുന്ന ഒരു സംവിധാനമാണ് ഈ പ്രിസിഷൻ ഫാമിലെ ഒരു സംവിധാനമാണ്. അപ്പം ഈ ഫിൽട്ടറാണ് ആദ്യത്തെ യൂണിറ്റ്. ഈ ഫിൽട്ടർ പലതരത്തിലുണ്ട്. അപ്പോൾ അവിടെ കിട്ടുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ചുള്ള ഫിൽട്ടർ സംവിധാനം അതിനകത്ത് വെക്കുക. ഫിൽട്ടർ ചെയ്ത വെള്ളം പിന്നെ വെഞ്ചുറി സംവിധാനത്തിലൂടെ കടന്നു വരും. ആ വെഞ്ചുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബക്കറ്റിൽ വളം കലക്കി വെച്ചിട്ട് എപ്പോഴൊക്കെയാണ് വളം വേണ്ടതെന്ന് വെച്ചാൽ ഈ ബക്കറ്റിൽ വെള്ളം
കൊടുത്തു കഴിഞ്ഞാൽ വെഞ്ചുറിയുടെ ഒരു സക്ഷൻ പൈപ്പ് ഉണ്ട്, അതിനകത്തോട്ട് ഈ ബക്കറ്റിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം വരുന്ന കൂട്ടത്തിൽ തന്നെ വളങ്ങൾ ഓരോ ചെടിച്ചൂട്ടിൻ്റെയും റൂട്ട് സോണിലേക്ക്, വേര് പടലങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം പോലും വളം നഷ്ടപ്പെടാതെ, അതായത് മണ്ണിൽ ആഴ്ന്ന് നഷ്ടപ്പെടുക അല്ലെങ്കിൽ വശങ്ങളിലേക്ക് പോവുക ഒന്നും ചെയ്യാതെ നേരെ വേരിൻ്റെ ചുവട്ടിൽ തന്നെ എത്തും. കുറഞ്ഞ വളം കൊണ്ട് കൂടുതൽ കൃഷി ചെയ്യാവുന്നതാണ് ഈ പ്രിസിഷൻ ഫാമിൻ്റെ മറ്റൊരു മെച്ചം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു കുറച്ച് വെള്ളം മതിയെന്ന്. ഇപ്പം രണ്ടാമത് പറയുന്നു കുറച്ച് വളം കൊണ്ട് നമുക്ക് കൂടുതൽ കൃഷി ചെയ്യാം. പിന്നെ മൂന്നാമതായിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെഞ്ചുറി സംവിധാനം വഴി തന്നെ നമുക്ക് സസ്യസംരക്ഷണ മരുന്നുകളും വേണമെങ്കിൽ കൊടുക്കാം. സ്യൂഡോമോണാസ് പോലെയുള്ള, വെർട്ടിസീലിയം പോലെയുള്ള, ബിവേറിയ പോലെയുള്ള മിത്ര കുമിൾ കൾച്ചറുകൾ നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന വെഞ്ചുറി സംവിധാനം വഴി തന്നെ കൊടുക്കാൻ കഴിയും. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ കുറഞ്ഞ തൊഴിലാളി ലേബർ വളരെ കുറഞ്ഞ് മതി എന്നുള്ളതാണ്. അപ്പം നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുമ്പം ശിവദാസൻ ചേട്ടനൊക്കെ 5 ഏക്കർ പച്ചക്കറി കൃഷിയുണ്ട്. വേനൽക്കാലത്തൊക്കെ ഇതിനൊക്കെ വെള്ളം കൈകൊണ്ടോ അല്ലെങ്കിൽ ഓസ് കൊണ്ടോ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ലേബർ വേണ്ടി വരുമായിരുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതേ ഇപ്പം നോക്കിക്കോ, ഇത് വെഞ്ചുറി സംവിധാനത്തിലെ ലാറ്റർ പൈപ്പുകളാണ് ഈ കാണുന്നത്, ലാറ്റർ പൈപ്പ്. ഈ ലാറ്റർ പൈപ്പുകളിൽ നിന്നും ഈ ചെടിച്ചോട്ടിലേക്ക് പോകാനുള്ള മൈക്രോ ഇറിഗേഷൻ സംവിധാനം, ചെറിയ പൈപ്പുകൾ, ഈ പൈപ്പാണ് അത്. ഈ പൈപ്പുകൾ, ചെറിയ പൈപ്പുകളുണ്ട്. ആ പൈപ്പുകൾക്ക് ഓരോ ചെടിച്ചോട്ടിലും ചെറിയ ട്രിപ്പറുകളുണ്ട്. ഈ ട്രിപ്പറിൻ്റെ ഈ കാണുന്നതാണ് ട്രിപ്പർ. ഈ ട്രിപ്പറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തെ ഡസ്റ്റ് ഒന്നും ഇതിനകത്തേക്ക് കയറത്തില്ല, അകത്തുനിന്ന് പക്ഷേ പുറത്തേക്ക് വെള്ളം വരികയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേക സംവിധാനമുള്ള മൈക്രോ ട്യൂബുകളാണ് ഈ കാണുന്ന. അത് ഓരോ ചെടിച്ചോട്ടിലും ഇപ്പം നമ്മൾ പ്രിസിഷൻ ഫാമിങ്ങിന് ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി ആഴത്തിൽ കിളച്ചൊരുക്കി ആദ്യം ചെയ്യുന്ന വാരമാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ഈ പൈപ്പുകൾ, മെയിൻ പൈപ്പുകൾ, ലാറ്റർ പൈപ്പുകളൊക്കെ നേരത്തെ തന്നെ വേണ്ടത്ര ആഴത്തിൽ തന്നെ കുഴിച്ചിട്ടതിന് ശേഷമാണ് നമ്മൾ വാരമെടുക്കുന്നത്. വാരമെടുത്തിട്ട് വാരത്തിൽ നമ്മൾ ലാറ്റർ പൈപ്പുകളിൽ നിന്നുള്ള മൈക്രോ ട്യൂബുകൾ ഈ വാരത്തിലൂടെ ആദ്യം തന്നെ വിന്യസിക്കും. അതിനുശേഷം ഇതുപോലെ മൾച്ചിങ് ഷീറ്റ് വിരിക്കും. മൾച്ചിങ് ഷീറ്റ് വിരിക്കുക എന്ന് പറയുമ്പം പുതയിടുക എന്ന് പറയും. പുതയിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള വരില്ല എന്നുള്ളതാണ്. കള വരില്ല എന്ന് മാത്രമല്ല, ഈ വെള്ളം നമ്മൾ ഈ ഒഴിക്കുന്ന വെള്ളം, ഈ ട്യൂബ് വഴി വരുന്ന വെള്ളം ഇവാപ്പറിലോസ്, അതായത് ബാഷ്പീകരണം, അതില്ലാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബാഷ്പീകരണം ഉണ്ടാവില്ല. അതേ സമയം തന്നെ ഈ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതുകൊണ്ട് ഈ സൂര്യപ്രകാശം മൾച്ചിലടിച്ചിട്ട് ഇതിലെ അനാവശ്യമായിട്ടുള്ള രോഗബീജങ്ങളെയൊക്കെ, ഈ കളകളുടെ വിത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പം രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവികൾ, കീടങ്ങൾക്ക് കാരണമായ കീടങ്ങളുടെ മുട്ടകൾ, കളകളുടെ വിത്തുകൾ ഒക്കെ ഈ മൾച്ചിങ് ഷീറ്റ് ഇടുന്നതോടുകൂടി ഈ ഭാഗത്തെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അത് മൾച്ചിങ് ഇതിൻ്റെ ഒരു പ്രധാന സംഗതിയാണ് ഈ കൃത്യത കൃഷിയിൽ. അപ്പോൾ അങ്ങനെ കൃത്യത കൃഷി ചെയ്തുകൊണ്ടാണ് ശിവദാസൻ ചേട്ടൻ ഈ 5 ഏക്കർ കൃഷി ചെയ്ത് വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഈ പച്ചക്കറികൾ വളരെ വ്യാപകമായിട്ട്, ഏതാണ്ട് എല്ലാ വർഷവും 5 ഏക്കർ തുടർച്ചയായിട്ട് കൃഷി ചെയ്യുകയാണ്. പുഞ്ചകൃഷി ആകുമ്പോൾ നെല്ല് കൃഷിയും കൂടെ ചെയ്യും. ഇപ്പം ശിവദാസൻ ചേട്ടൻ്റെ കൃഷി രീതികളൊക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ കൃഷികളുണ്ടെന്നൊക്കെ നമുക്ക് ശിവദാസൻ ചേട്ടനോട് തന്നെ നേരിട്ട് ചോദിക്കാം. കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ആധുനിക കൃഷി രീതി അവലംബിച്ചില്ലെങ്കിൽ കൃഷി നഷ്ടം തന്നെയാണ്. ഏതാണ്ട് 3 വർഷത്തിന് മുമ്പ് 17 വർഷം കൊണ്ട് ഞാൻ കൃഷി ചെയ്യുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു വരുമാനം വന്നില്ല. അപ്പോഴാണ് ഈ ഓപ്പൺ പ്രിസിഷൻ്റെ ഒരു ഇത് കിട്ടിയത്. ഞാൻ ആദ്യം 1 ഏക്കർ ചെയ്തപ്പോൾ സാധാരണ കിട്ടുന്നതിനെക്കാട്ടി 5 ഇരട്ടി വിളവുകൊണ്ട് രോഗങ്ങൾ കുറവ്, കീടങ്ങൾ കുറവ്, എല്ലാം കൊണ്ടും ഞാനിപ്പോൾ 5 ഏക്കർ ഓപ്പൺ പ്രിസിഷൻ ചെയ്യും. കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധയോടെ ചെയ്താൽ കൃഷി ഒരു കാലത്ത് നഷ്ടമല്ല. ഞാൻ കൃഷി കൊണ്ട് ജീവിക്കുന്നത്. എൻ്റെ ഒരു മോളുണ്ട്, മോളെ പഠിപ്പിച്ചതും കൃഷി കൊണ്ടാണ്. അവൾ അഗ്രികൾച്ചറാണ്. കൃഷിയോടുള്ള ഇഷ്ടം കൊണ്ട് സ്വന്തം മകളെ കൃഷിശാസ്ത്രത്തിൽ ഡിഗ്രി എടുപ്പിച്ചെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം മകള് കൃഷി വകുപ്പിൽ തന്നെ ആത്മയുടെ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ കീടബാധകളും രോഗബാധകളും ഒക്കെ വരുമല്ലോ, അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? എന്തൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് തരണം ചെയ്യുന്നത്? അല്ലെങ്കിൽ ആരെ സമീപിച്ചാണ് ഇതിൻ്റെ നിയന്ത്രണ മാർഗങ്ങൾ പഠിച്ചെടുക്കുന്നത്? അത് കൃഷി ഓഫീസ്,
കൃഷി കൃഷി ഓഫീസിൽ പോകാറുണ്ട്. ഉണ്ട്. ആ. KVK പോകാറുണ്ട്. KVK, കായംകുളം KVK, അത് കൃഷ്ണപുരം. സയന്റിസ്റ്റ്. ഓക്കെ. ഒരു പിന്നെ CPCRI, CPCRI, ഓക്കെ, പിന്നെ കായംകുളം, VAPCKയുടെ ഓഫീസർമാരുണ്ട്. VAPCK, അവരെല്ലാം ഫീൽഡിൽ വരും. അവരെല്ലാം വരും. 5 ഏക്കർ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും വരും. വരും വന്ന് എന്തോ രോഗം ഈയിടെ ഇത് പയറിനൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ആദ്യം ഇല വന്നു കഴിഞ്ഞപ്പോൾ ഒരു മുരടിപ്പിന്റെ രീതി. അപ്പോൾ ഒരു VAPCKയിൽ ഒരു മാഡം വന്നു എന്നോട് പറഞ്ഞു സമ്പൂർണ്ണ സമ്പൂർണ്ണ ഒന്ന് സ്പ്രേ ചെയ്യാൻ. സമ്പൂർണ്ണ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമൂല വളക്കൂടാണ്. അതൊന്ന് സ്പ്രേ ചെയ്തു. ഞാൻ സ്പ്രേ ചെയ്ത അന്നേരം മാഡം പോയി കഴിഞ്ഞ് സ്പ്രേ ചെയ്ത് അടിച്ച ട്രിപ്പ് വഴിയും കൊടുത്തപ്പോൾ അവന്റെ സ്വഭാവം അങ്ങ് മാറി. ഇപ്പം ആ പയറാന്ന് പറയത്തില്ല. ഈ പയറിലാണോ? അതെ. രോഗകീട നിയന്ത്രണത്തിനായിട്ട് സ്യൂഡോമോണാസ്, വെർട്ടിസീലിയം, വിവേറിയ, അതുപോലെ സൂക്ഷ്മമൂലകങ്ങൾ സമ്പൂർണ്ണ അതുപോലുള്ളതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യ ഘട്ടത്തിൽ പൂർണ്ണ ജൈവം എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. അത്യാവശ്യ ഘട്ടത്തിൽ ഇതുപോലെ കാലാവസ്ഥ പെട്ടെന്ന് ചേഞ്ച് ആകുമ്പോൾ രോഗങ്ങളും കീടങ്ങൾ കൂടുതൽ വരും. രോഗങ്ങൾ കുറവാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യ ഘട്ടത്തിൽ അവരുടെ കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ആ കോമ്പിനേഷനിൽ തന്നെ, അല്ലാതെ പിന്നെ ഇപ്പം അടിക്കുന്ന മരുന്ന് 3 മില്ലി അടിക്കാൻ പറയുന്നിടത്ത് 4 മില്ലി അടിക്കുന്നില്ല. 3 അടിക്കാൻ പറയുന്നിടത്ത് നമ്മൾ 2.5 ഒതുക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഇടയായി. കാരണം ഞാൻ ഉപയോഗിച്ചിട്ടാണ് ഇത് പുറത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് അത്ര വിശ്വാസമുണ്ട്. സാറ് വന്നപ്പോൾ തന്നെ സാറിനോട് ഞാൻ പറഞ്ഞ് വെണ്ടയ്ക്ക പറിച്ചു നിന്നു, ഒരു പ്രശ്നവുമില്ല. കീടനാശിനി ഉപയോഗിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലേ സാറിനോട് പറഞ്ഞത്. തുടക്കകാലത്ത് ഈ വിളവുണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് എന്തെങ്കിലുമൊക്കെ അല്ല, അത്യാവശ്യം ഈ പയറിനെ സംബന്ധിച്ച് ആദ്യത്തെ പൂ വരുന്ന സമയത്ത് ഒരു മരുന്നടിച്ച് നിർത്തണം. ഇല്ലെങ്കിൽ ഈ തണ്ടുതുരപ്പൻ ഉറപ്പാണ്. നമ്മൾ ആദ്യത്തെ പൂ വരുമ്പോൾ അവനെ ഒന്ന് ഒതുക്കി നിർത്താക്കി പിന്നെ ഒരു 10-20 ദിവസത്തേക്ക് ഒരു ഉപദ്രവവും പിന്നെ നമുക്ക് മരുന്നടിക്കേണ്ടി വരുന്നില്ല. ഇല്ല. ഓക്കെ. പിന്നെ നമ്മൾ പിന്നുള്ളതെന്ന് പറയുന്നത് ചാഴിയ. അതിന് അത്യാവശ്യം നമ്മൾ ഈ വിഷമിനൊക്കെ വിഷമിനിൽ തന്നെ നിൽക്കും. ഓക്കെ. അല്ലെങ്കിൽ ഇച്ചിരി പാൽക്കായും കൂടെ ചേർത്ത്. ഇത് ഈ ചാഴിക്കൊരു ഒരു സ്മെല്ല് വ്യത്യാസം വന്നു കഴിയുമ്പോൾ അവൻ പിന്നെ അടുക്കത്തില്ല. വെളുത്തുള്ളി വേപ്പെണ്ണ മനുഷ്യനും നല്ലതാണ്. അപ്പൊ എനിക്ക് അറിയാനുള്ള ഇതിന് എന്തൊക്കെ വളങ്ങളാണ് ചെയ്യുന്നത്? ഇത് തൈ സാധാരണ ഞാൻ പോട്ടെ ഈ തൈ ഉണ്ടാക്കി നൽകുക. അത് നട്ടൊരു ഒരാഴ്ച കഴിയുമ്പം 19 എന്ന് പറഞ്ഞ ഒരു വളം നട്ട് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പം ആദ്യത്തെ വളം. അതെ. അതിനകത്ത് വാട്ടർ സോല്യൂൾ. അതെ. അല്ല പുറത്തൂടെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. വെഞ്ചുറി വഴി തന്നെ കൊടുക്കും. വഴി അത് ഒരു 2.5 ഏക്കറിന് ഒരു 3 കിലോ ഉണ്ടെങ്കിൽ സുഖം. ഒറ്റ തവണ അടിക്കാം. അപ്പൊ കുറച്ച് വളം മതി. കിലോയ്ക്ക് 150 രൂപ വിലയാ. അത് പിന്നെ 2-3 ട്രിപ്പ് ഒരു പൂക്കണ്ണി പരിവം വരെ അത് തന്നെ കൊടുക്കും. അത് കഴിയുമ്പോ പിന്നെ 13 കൂടുതൽ പൂവും കായും ഉണ്ടാകാൻ വേണ്ടി SOP ചെയ്യും. പിന്നെ 19-990 ആവശ്യമില്ല. കാരണം ഫോസ്ഫറസ് വേണ്ടല്ലോ. പിന്നെ തുടക്കകാലത്ത് മാത്രം 1990 കൊടുക്കുന്നുള്ളൂ. പിന്നീട് നമ്മൾ 13-45. പിന്നെ അതുപോലെ സൂക്ഷ്മമൂലകങ്ങളൊക്കെ നമ്മള് അത് തന്നെ സമ്പൂർണ്ണ കൊടുക്കുന്ന നമ്മൾ അരിച്ചൊക്കെ കൊടുക്കത്തുള്ളൂ. കാരണം അല്ലെ ഈ ട്രിപ്പൊക്കെ അടഞ്ഞു പോയാൽ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ അരിച്ചെടുക്കും. വിപണനം എങ്ങനെയാണ്? വിപണനം VAPCKയുടെ മാർക്കറ്റുണ്ട്. A ഗ്രേഡ് കൃഷിഭവന്റെ A ഗ്രേഡ് ക്ലസ്റ്ററുകളുണ്ട്. പിന്നെ സാധനം നല്ലതായിട്ട് കൊടുത്താൽ പിന്നെ കച്ചവടക്കാർ തന്നെ ഇവിടെ വന്നുകൊണ്ട് ഡെയിലി 50 കിലോ പയറൊക്കെ ഈസി ആയിട്ട് പോകുന്നുണ്ട്. 3 കച്ചവടക്കാർ തന്നെ മേടിക്കുന്നു. പടവലം ദിവസം എത്ര കിട്ടും? പടവലം ഡെയിലി എടുക്കത്തില്ല. ഇല്ല. ഇപ്പൊ ഒരു 50 കിലോ ഇന്നലെ എടുത്തു 100 കിലോ. ഇന്നിപ്പോ ഒരു 50 കിലോ ഓർഡർ ഉണ്ട്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഡിമാൻഡ് അനുസരിച്ചാണ്. ഇതൊരു പ്രധാന സംഗതിയാണ്. വിൽക്കാൻ അറിയണം. കൃഷി ചെയ്താ പോരാ. വിൽക്കാൻ അറിയുന്നതല്ല. അല്ല സാറേ, അത് ഈ തരംതിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയാണ്. ഇത് കണ്ടോ, ഈ പയർ തന്നെ കണ്ടോ, സോർട്ടിങ്. ഈ പയറ് ഈ 2 പയർ ഇതിനകത്തിരുന്നാൽ 10 രൂപ കുറയും കിലോയിൽ. ഈ 2 ഇരുന്നാ മതി. ഇത് കണ്ടോ, ഒരേ രീതിയിൽ നിൽക്കും ഈ പയർ. ഇങ്ങനെയുള്ള പയർ കൊടുക്കുമ്പോൾ ഉണ്ട്. അതിനാ സമയം എടുക്കുന്നത്. ഞങ്ങൾ ആദ്യമേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തിരക്കണം ആരെല്ലാം എന്തെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ഓണസമയത്ത് എല്ലാവരും കൂടെ പടവലം മാരി വലിച്ചിട്ടാൽ പടവലത്തിന് ഒരു വില ഈ വർഷം ലോകത്തില്ലാത്ത ഒരു വിലയാവുന്നു. 80 രൂപ പടവലത്തിന്. അപ്പൊ കൃഷി കൊണ്ട് മാത്രമാണ് ശിവദാസൻ ചേട്ടനെ സംബന്ധിച്ച് ശിവദാസൻ ചേട്ടന്റെ ഉപജീവനവും അതിജീവനവും
നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കൃഷി കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശിവദാസൻ ചേട്ടൻ. അപ്പം